വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. അതായത് കേരളം ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ മുസ്ലിമുകൾ വല്ലാത്ത ഒരു അറബി വൽക്കരണത്തിന് വിധേയമാവുക. വേഷത്തിൽ, പ്രതികരണങ്ങളിൽ, എന്തിന് ഭക്ഷണത്തിൽ പോലും അറേബ്യയിലേക്ക് എല്ലാത്തിനും അറബി നാട്ടുകളിലേക്ക് നോക്കുകയാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ വേഷത്തിൽ അപാദചൂടം മൂടി നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാകുന്നു. പക്ഷേ ഇസ്ലാമിക ലോകത്ത് സൗദിയിൽ ഉൾപ്പെടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിലും ഇസ്ലാമിൻ്റെ ജീവിത രീതിയിലും മാറ്റം വരുമ്പോൾ കേരളം ഇതിനെ മുറുകെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഈ വൈരുദ്ധ്യത്തിന് കാരണം? നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. മലയാളികൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുകയും അവർ വലിച്ചെറിയുന്ന കാര്യങ്ങൾ വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു ശീലം പണ്ട് മുതലേ നമുക്കുണ്ട്. അവർ ഉപേക്ഷിക്കുന്നത് നമ്മളെടുത്താണ്. അങ്ങനെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ മതത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു സൂഫി ഇസ്ലാമായിരുന്നു. സൂഫി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മികമായ ഒരു ഇസ്ലാമായിരുന്നു. ആ ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അങ്ങേക്ക് അറിയാമല്ലോ, നമ്മുടെ നാടുകളിൽ ഓണം ആഘോഷിക്കുന്ന, വിഷു ആഘോഷിക്കുന്ന, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരും പരസ്പരം ആഘോഷങ്ങൾ മാനവികമായിരുന്നു. എല്ലാവരും പരസ്പരം കൊടുത്തും കൊണ്ടും പരസ്പരം സഹകരിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരുന്നു. കാച്ചിത്തുണി ഉടുത്ത സ്ത്രീകൾ നമ്മുടെ പഴയ നോവലുകളിലൊക്കെ, ഉമ്മാച്ചോ അടക്കമുള്ള നമ്മുടെ നോവലുകളിലൊക്കെ അങ്ങനെയുള്ള വളരെ വലിയ വാഗ്മയ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു 70കളിൽ ഈ ഗൾഫിലേക്കുള്ള കുടിയേറ്റം, നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ, ബർമ്മ അതൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങിയതോടുകൂടി അവിടെ നിന്ന് റിയാലുകൾ വരുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള സംസ്കാരവും മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി. അറേബ്യൻ കൾച്ചറാണ് ഇസ്ലാമിക് കൾച്ചർ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മുസ്ലിങ്ങൾക്കുണ്ടായി. അങ്ങനെ അവിടെയുള്ള താടി, അവിടെയുള്ള വേഷം, അവിടെയുള്ള ഭാഷ, നിങ്ങൾ പറഞ്ഞ പോലെ ഈ കുഴിമന്തി പോലും ഇപ്പൊ ആശയങ്ങൾ തലച്ചോറിലേക്കല്ല വയറ്റിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ കടന്നു വരികയും ഈ അറേബ്യൻ സംസ്കാരം എന്ത്, ഇസ്ലാമിക സംസ്കാരം എന്ത് എന്നുള്ള ഒരു അതിർവരമ്പ് ഇല്ലാതാവുകയും ചെയ്തു. അതോടൊപ്പം അപകടകരമായ ഒരു സംഗതി ഉണ്ടായത്, അവിടെ നിന്ന് ഫണ്ട് വന്നു. ഇവിടെ വലിയ പള്ളികളുണ്ടായി, അറബി കോളേജുകളുണ്ടായി. അങ്ങനെ മത കലാലയങ്ങളും മതസ്ഥാപനങ്ങളും നടത്താനുള്ള ഫണ്ടിങ് കൂടി അവിടെ ഉണ്ടായപ്പോൾ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ മാത്രമല്ല, പണ്ഡിതന്മാരടക്കമുള്ളവർ അതിനൊരു ആധികാരികത ദാർശനികവൽക്കരിക്കുകയും ചെയ്യും. പിന്നെ അറബിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും അതാണ് ഇസ്ലാം, അത് നമ്മൾ കോപ്പി ചെയ്യലാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത്. അങ്ങനെയാണ് ഈ പർദ്ദയൊക്കെ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഈ പർദ്ദ മുഖം മൂടുന്ന അല്ലെങ്കിൽ ശരീരമാകെ മൂടുന്ന കറുത്ത പർദ്ദയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കയറി വരികയാണ്. അല്ല, തലമുടി പുറത്ത് കണ്ടാൽ സ്ത്രീകൾ നരകത്തിൽ, ആ ശബ്ദം പോലും, അവരുടെ ശബ്ദം പോലും നരകത്തിലാണ്, ശബ്ദം കേൾക്കുന്നത് പോലും പാടില്ല എന്നുള്ള, അങ്ങനെ സ്ത്രീകൾക്ക് അടിമുടി. ഒരു ഭാഗത്ത് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യം തിരിച്ചറിയാതെ പോകുന്നത്, ഇവിടെ ഈ മുജാഹിദ് സംഘടന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ വന്നിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയും. ഞങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകി, അറബി കോളേജുകൾ സ്ഥാപിച്ചു, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നു, ശരിയാണല്ലോ, ഇവർ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവർ വന്നതിന് ശേഷമാണ്. പക്ഷേ ഇവരുണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരേ സമയത്ത് ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അതേ സമയത്ത് അവരെ പർദ്ദയിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ചുറ്റുമുള്ള ലക്ഷ്മണരേഖ ചെറുതാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോ ഇവിടെ നമ്മുടെ സ്ത്രീകൾ അങ്ങാടിയിൽ പോയിരുന്നു, അവർ നാടൻ വേഷം ധരിച്ചിരുന്നു, അവർ പാട്ട് പാടിയിരുന്നു. എൻ്റെയൊക്കെ ചെറുതിൽ മദ്രസകളിൽ പാട്ടൊക്കെ പാടുന്ന പെൺകുട്ടികൾ, അത് സ്വാഭാവികമായിരുന്നു. അപ്പൊ ഇവർ വന്നതോടുകൂടി ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു പ്രക്രിയ ഇവർ തുടങ്ങിയെങ്കിലും മറുഭാഗത്ത് അവരുടെ ശബ്ദം പാടില്ല, പുറത്ത് പാടില്ല, അവർക്ക് പാട്ട് പാടാൻ പാടില്ല, അവർ പ്രത്യേകമായ വസ്ത്രം ധരിക്കേണ്ടവരാണ് എന്നിങ്ങനെ അവരെ ചുരുക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നു എന്ന് നടിക്കുകയും അവരുടെ വൃത്തം വളരെ ചെറുതാക്കുകയും ചെയ്യുന്ന ഒരു പരിഷ്കരണം. സമീപകാലത്ത് ഒരു വീഡിയോ ഉണ്ടോ, ഏതോ ഒരു കോളേജിലെ ബിരുദദാന ചടങ്ങ്, ആ കുട്ടിയെ വിളിച്ച് അഭിനന്ദിക്കുന്നു, പക്ഷേ ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവരുടെ സഹോദരനാണ്. അതെ. അതിനു മുമ്പ് അങ്ങ് കണ്ട ഒരു ഭീകരമായ വീഡിയോ ഉണ്ടാവും. 10 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംസ്ഥയുടെ വേദിയിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. വളരെ ഭീകരമായിട്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിക്കാഹ് നടക്കുന്ന വേദിയിൽ വെച്ച് സ്ത്രീകളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇങ്ങനെ സ്ത്രീകൾക്ക് എവിടെ ഇടമില്ല. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോ യഥാർത്ഥത്തിൽ തലതിരിഞ്ഞ ഒരു പോക്കായിരുന്നു നമ്മുടെ. കാലം മുന്നോട്ട് പോകുന്തോറും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നു. സ്ത്രീകൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്ത്രീകൾ ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാണ്. ഈ ഇരകൾക്കുള്ളൊരു പ്രശ്നം ജോസഫ് മാഷ് പറഞ്ഞ വാക്ക്, ജോസഫ് മാഷയുടെ ആ സംഭവത്തിൽ കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ദാർശനികമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ആ വിധി വന്ന സമയത്ത് എന്നെ പോലെ തന്നെ അവരും ഇരകളാണ് എന്ന് ജോസഫ് മാഷ് പറഞ്ഞിരുന്നു. ഇത് ഒരു വലിയ ഫിലോസഫിയാണ്. ഈ സ്ത്രീകൾ ഇരകളാണെന്ന് മാത്രമല്ല, അവർ അതിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. അതെ. ഈ ഇരകൾ അഭിമാനിക്കുക എന്ന് പറയുന്നത്
കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പോ പിന്നെ ഈ ജാതീയത ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ബ്രാഹ്മണരെ സേവിക്കലാണ് ഞങ്ങളുടെ ജോലി, അത് അഭിമാനമാണ്. അത് അഭിമാനമാണ്. അങ്ങനെ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളത് നമുക്ക് എന്തോ ഒരു മഹാഭാഗ്യമാണ് എന്ന് കരുതുന്നവരുണ്ടായിരുന്നു. പഴയ കാലത്ത് അടിമകൾ അങ്ങനെയായിരുന്നു. മോസസിനോട് ഇസ്രായേലിയർ ചോദിച്ച ചോദ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു മനസ്സ് ഇപ്പം സതി നിർത്തലാക്കിയ സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നിയമം ലംഘിച്ച് സതി അനുഷ്ഠിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിമവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ഇരവൽക്കരണത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചാനലുകളിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് ഇത് സുരക്ഷിതത്വമാണ്, ഞങ്ങൾക്ക് എന്തോ ഒരു മഹാസംഭവമാണെന്നൊക്കെ പറയുന്ന കേട്ട കണ്ടില്ല സ്ത്രീകൾ തന്നെ പറയുന്നത്. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇരകളായി, ഈ ഇരയാവലാണ് ഞങ്ങളുടെ ജന്മദൗത്യം എന്ന് വിചാരിക്കുന്ന മനോഭാവത്തിലിരുന്ന് അവർ പറയുന്നത്. അവർ ഈ ലോകത്തിൽ നടക്കുന്ന ചലനങ്ങളെ കുറിച്ചൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ മതവിരുദ്ധമാണ്. അറിയാത്തത് കൊണ്ടാവില്ല, നിസ്സഹായാവസ്ഥ കൊണ്ടായിരിക്കാം. നിസ്സഹായാവസ്ഥയും പിന്നെ ഇതാണ് ഞങ്ങളുടെ ജന്മദൗത്യം. അതെ, സമീപകാലത്ത് ഞാനൊരു കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു വീഡിയോ കണ്ടു. അതായത് ഈ യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടയോ എന്നൊരു ചാനൽ ചോദിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി, തട്ടവിട്ട പെൺകുട്ടി പറയുന്നു, അതായത് ഇപ്പോൾ ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പിതാവും സഹോദരങ്ങളുമാണ്, അതുകൊണ്ട് എനിക്ക് സ്വത്ത് വേണ്ട എന്നൊരു കുട്ടി അഭിമാനത്തോട് പറയുക. അതെ അതെ, അത് അങ്ങനെ ഷീ നോസ് ദ ഫാക്ട്, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അതെ, കാരണം അതാണ് മതം എന്ന്. ഈ മതം എന്ന് പറയുന്നത് തങ്ങൾ അതിന്റെ ഇരകളായിരിക്കുമ്പോൾ പോലും അത് അഭിമാനപൂർവ്വം പറയുക അല്ലെങ്കിൽ അഭിമാനപൂർവ്വം ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് മതം. ഭീതിയാണല്ലോ. നിങ്ങൾ നരകത്തിലേക്ക് പോകണോ, അതല്ല നിങ്ങൾക്ക് പകുതി സ്വത്ത് വേണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അതെനിക്ക് നരകത്തിലേക്ക് പോകണ്ട, എനിക്ക് പകുതി സ്വത്ത് മതി. ഇത് വളരെ പ്രാഥമികമായ ഒരു ഉത്തരമാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകണോ, അതല്ല നിങ്ങൾ ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ അടിമയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നരകത്തിലേക്ക് പോകണ്ട, നിങ്ങൾ അടിമയായിട്ട് നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകണോ, നിങ്ങൾക്ക് മുഖം മൂടുന്ന വസ്ത്രം ധരിക്കണം, ഇത് മതി. പക്ഷെ മറ്റൊന്ന് ഞാൻ കൂട്ടെ, ഇപ്പോൾ നമ്മൾ UAE രാജകുടുംബത്തിലെ വനിതകൾ, അല്ലെ സൗദിയിൽ സ്ത്രീകൾക്ക് തിയേറ്റർ വരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നു, ശിരസ് മറക്കണ്ട എന്നൊക്കെ വരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ കാണുന്നില്ലേ? ഇപ്പോൾ എല്ലാത്തിനും സൗദിയാണ്. ഇപ്പം നമ്മുടെ വിശുദ്ധ രാജ്യമാണല്ലോ മക്കയും മദീനയും ഉള്ളതുകൊണ്ട് സൗദി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പോലും നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരോ സമസ്തയോ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സൗദി അല്ല ഇസ്ലാം. ഏത് കാലത്താണ് മാറ്റങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ളത് മതം? മാറ്റങ്ങളെ തള്ളിപ്പറഞ്ഞു രാജ്യങ്ങൾ മാറ്റം സ്വാഗതം ചെയ്യുകയല്ലേ ഉണ്ട്. അല്ല, നമ്മുടെ കേരളം വേറൊരു ഭൂമിയാണ്, മറ്റൊരു ഭൂമിയാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരിക്കലും പൗരോഹിത്യം സ്വാഗതം ചെയ്തിട്ടില്ല, ഒരു മാറ്റത്തെയും സ്വാഗതം ചെയ്തിട്ടില്ല. പിന്നെ മാറ്റം സർവ്വസാധാരണമായി തീരുമ്പോൾ അവർ ആ മാറ്റത്തിന്റെ കൂടെ നിൽക്കും. സൗദി അറേബ്യയിൽ നടക്കുന്ന മാറ്റങ്ങളെ തിരസ്കരിക്കുക, അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. പക്ഷേ സൗദി അറേബ്യ ഒന്ന് കണ്ണുമിഴിക്കുകയും നിങ്ങളുടെ ഫണ്ടിങ് ഞങ്ങൾ തരില്ല എന്നോ മറ്റോ ഉള്ള ധ്വനി അവരിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് അവർ അതിനെ സ്വീകരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഈ പണ്ഡിതന്മാർ മുഴുവനും, നേരത്തെ അങ്ങ് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ഒരു പണ്ഡിതനും സൗദി അറേബ്യയിൽ നടക്കുന്ന മാറ്റങ്ങളെ നിശിതമായി വിമർശിക്കുന്നത് കാണാൻ കഴിയില്ല. അവിടെ പോകാൻ പറ്റില്ല. അതെ, അവിടെ പോകാൻ പറ്റില്ല. ഉംറ വലിയൊരു ബിസിനസ്സാണ്, ഹജ്ജ് വലിയൊരു ബിസിനസ്സാണ്. ഇവരെയും കൊണ്ട് അവിടെ പോകണം. അതിലൂടെയാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞത്. ഹജ്ജിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ വലിയ ബിസിനസ് അല്ലേ? 5-7 ലക്ഷം രൂപയാണ് ഹജ്ജിന്, 7-8 ലക്ഷം രൂപയാണ് സാധാരണ നിരക്കിൽ വാങ്ങുന്നത്. അത് കുറച്ച് ഹൈഫൈ ആണെങ്കിൽ 12 ലക്ഷം രൂപയൊക്കെയാണ് ഒരാൾക്ക് വാങ്ങുന്നത്. ഇതിന് ചെലവാകുന്ന ഒരു സംഖ്യ എന്ന് വെച്ചാൽ ഒരു 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും ട്രാവൽ എക്സ്പെൻസ് മാത്രമേ അത്രേ ഉള്ളൂ. ബാക്കി പൈസ ഇതിന്റെ പിന്നെ ലാഭമാണ്. കച്ചവടമാണോ എന്ന് വെച്ചാൽ ഹജ്ജിന് അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് പോയിക്കൂടെ ഹജ്ജിന്? ഇല്ല, ഇൻഡിവിജ്വലിന് ലൈസൻസിയിൽ നിന്ന് എടുക്കണമല്ലോ. സ്വന്തമായിട്ട് ഹജ്ജിന് പോയാൽ ഉംറയ്ക്ക് പോകാൻ പറ്റും. ഓ, അത് ശരി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹജ്ജിനുള്ള കോട്ട കുറയ്ക്കുമ്പോൾ ഇവിടെ വലിയ കലാപം. അതെ അതെ, അതായത് അങ്ങ് ഒരു ലൈസൻസ് ചെയ്യാണ്. അങ്ങേക്ക് 100 ആളുകളെ കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങ് ഒന്നും അറിയണ്ട, അങ്ങയിൽ നിന്ന് 2 ലക്ഷം രൂപ ഒരു ലൈസൻസിന്. അപ്പൊ 100 ഉണ്ടെങ്കിൽ 2 കോടി രൂപ തന്നിട്ട് അത് വാങ്ങി കൊണ്ടുപോകാൻ ആളുകളെ ക്യൂ നിൽക്കുന്നുണ്ട്. ഒന്നും അറിയണ്ട, ഒരു റിസ്കും ഇല്ല. നിങ്ങൾ ആ ലൈസൻസ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇത് വലിയൊരു ബിസിനസ്സാണ്. അത് ഓരോ ആളിൽ നിന്നും 100 പേര് പോയാൽ 7 ലക്ഷം രൂപ വെച്ച് 100 പേരിൽ നിന്ന് കിട്ടും ഒരു സീസണിൽ. ആ ഒരു സീസണിൽ 7 രൂപയിൽ ഒരു 3 ലക്ഷം രൂപ അതിന്റെ ചെലവൊക്കെ കഴിച്ച ബാക്കി മുഴുവനും 4-5 കോടി മിനിമം കിട്ടും. തീർച്ചയായിട്ടും കിട്ടും, ഒരു സംശയമില്ല. പുതിയ അറിവാണ്. 50-100 ഇങ്ങനെ 2 കാറ്റഗറിയാണ്. അത് മറ്റൊരു സംഭാഷണത്തിൽ തന്നെ പറയേണ്ടതാണ്. ഹജ്ജ്, ഉംറ, തീർത്ഥാടന ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഹിന്ദുക്കൾക്ക് കിട്ടുമോ ലൈസൻസ്? ഇല്ല, അത് കിട്ടില്ല. അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ശ്രമിച്ചു നോക്കായിരുന്നു.
മറ്റൊന്നും ചെയ്യേണ്ടതില്ല യഥാർത്ഥത്തിൽ. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അതെ വരാം. അതെ. അപ്പോൾ ഈ സൗദിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ സംഘടനകൾ അംഗീകരിക്കാത്തത്? അവിടെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതോടുകൂടി ഇവരുണ്ടാക്കി വെച്ച ഈ ചീട്ട് കൊട്ടാരം തകർന്നു വീണു. കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക, എല്ലാ മതങ്ങളുടെയും ഇസ്ലാം ഉൾപ്പെടെയുള്ള സകല മതങ്ങളുടെയും വരുമാന സ്രോതസ് സ്ത്രീകളാണ്. അത് ക്ഷേത്രങ്ങളിലെ കാണിക്കുകയാണെങ്കിലും പള്ളികളിലാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും ഒക്കെ ഈ സ്ത്രീകളിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതോടുകൂടി ഇവരുടെ ഈ മതത്തിന്റെ സാമ്പത്തികമായ അടിത്തറ പൊളിയും. അതുകൊണ്ട് സ്ത്രീകളെ എപ്പോഴും അവരുടെ കണ്ണ് കെട്ടി, കുതിരയെ കണ്ണ് കെട്ടി കൊണ്ടുപോകുന്ന പോലെ രണ്ട് ഭാഗത്തും കണ്ണ് കെട്ടി നേർ ദിശയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടു പോവുക എന്നുള്ളത് എല്ലാ പൗരോഹിത്യ മതങ്ങളുടെയും അനിവാര്യമായ ഒരു താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് എവിടെയൊക്കെ സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുന്നു അതൊക്കെ തടയുക, അതിനൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് എപ്പോഴും ഇവർ ചെയ്യും. സൗദി അറേബ്യയിൽ നടക്കുന്ന ഇസ്ലാമിന്റെ ഈറ്റില്ലമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾക്ക് നേരെ ഇവർ ബോധപൂർവം കണ്ണടക്കുകയാണ്. പക്ഷെ ആ മാറ്റങ്ങൾ സാവധാനത്തിൽ വരും ഇങ്ങോട്ട്. കാരണം ആളുകൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ, അവർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, സൗദി അറേബ്യയിൽ അങ്ങനെയാണല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് ഇവിടെ? സൗദി അറേബ്യയിൽ ലൈസൻസ് കൊടുക്കുന്നുണ്ടല്ലോ, സൗദി അറേബ്യയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടല്ലോ, സൗദി അറേബ്യയിൽ അങ്ങനെയാണല്ലോ, ഇനി ഞങ്ങൾക്ക് എന്തുകൊണ്ട് തരുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാറാൻ ഇവർ തയ്യാറാകേണ്ടി വരും, നിർബന്ധിതരാകും. കുറച്ച് സമയമെടുക്കും. അതെ. ഇപ്പോൾ സൗദി അറേബ്യയിൽ കാണുന്നത് ഒരു 20 വർഷത്തിന് ശേഷം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. ഏതായാലും കേരളത്തിലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കില്ല. കാരണം അവർ തന്നെ, സ്ത്രീകൾ തന്നെ പറയും ഞങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം ഈ മതത്തിലുണ്ടെന്ന്. ഏതായാലും മറ്റ് സമുദായത്തിലെ സ്ത്രീകളെ പോലെ സ്വതന്ത്രരായി ഇസ്ലാമിലെ സ്ത്രീകൾക്കും സഞ്ചരിക്കാനും ചിന്തിക്കാനും സമൂഹത്തിൽ ഇടപെടാനും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ ഇവിടെ അതോടൊപ്പം എനിക്ക് ഒന്ന് പറയാനുള്ളത്, മറ്റു മതങ്ങളിലും സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും അക്കാര്യത്തിൽ ആശങ്കാകുലനാണ്. ശബരിമല വിഷയം ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീകൾ എല്ലാ മതങ്ങളിലും തുല്യ ദുഃഖിതരാണെന്നാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ശബരിമലയിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വിലക്കില്ല, ഒരു ഏജ് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ അത് ഒരു എന്താ പരിമിതപ്പെടുത്തിയ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, അബ്സല്യൂട്ട് പ്രൊഹിബിഷൻ ഇല്ല. അതെ. അപ്പോൾ പോലും ഒരു പരിമിതി, അതായത് ആർത്തവം അശുദ്ധിയാണ് എന്നുള്ള പരമ്പരാഗത സങ്കല്പം അത് മുസ്ലിങ്ങളിൽ അടക്കമുണ്ട് കേട്ടോ. ആർത്തവം അശുദ്ധമാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ആർത്തവത്തിന്റെ സൃഷ്ടികളാണ്. ആർത്തവകാല വിലക്ക് ശബരിമലയിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും. ശബരിമലയുടെ പള്ളികളിലും ആർത്തവം മാത്രമല്ല, അത് വേറൊരു തർക്ക വിഷയമാണ്. അതെ അതെ അതെ. നമുക്ക് മറ്റൊരിക്കലും ഇതിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പൊ ഒരു പോപ്പാകാൻ, മാർപ്പാപ്പയാകാൻ ഒരിക്കലും പറ്റില്ല, ഒരു സ്ത്രീക്ക് ഒരിക്കലും പറ്റില്ല. UK-ലൊക്കെ ചിലടത്ത് വനിതാ ബിഷപ്പുമാരുണ്ട് ചില. പക്ഷെ അതൊക്കെ ഈ ചട്ടക്കൂടിന് പുറത്താണ്. എന്ന് വെച്ചാൽ അവരൊക്കെ ഈ പരമ്പരാഗത കൺസർവേറ്റീവ് ആയിട്ടുള്ള ചട്ടക്കൂടിന് പുറത്താണ്. ഇപ്പം ഒരു ആമിന വധൂതുണ്ട്, അവര് ജുമാക്ക് നേതൃത്വം നൽകി, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം, അവർ ഇസ്ലാമിന് പുറത്താണ്. അങ്ങനെ ഔട്ട് ഓഫ് ഫ്രെയിം അവരുണ്ടോ? വാർത്തകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിപ്പുണ്ട്. ഇവരിപ്പോ വീണ്ടും ഇല്ല, അവർ സൈലന്റ് ആണ് ഇപ്പൊ. എന്താണെന്നല്ല, അവര് വെറും അവരുടെ എഴുത്ത് സർഗാത്മക. അവരെവിടെയാണ് ഉള്ളത്? അവർ ആഫ്രിക്കയിലാണ്. അവരിപ്പോ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ചെന്നൈയിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് വാർത്തകളിൽ വന്നത് പിന്നെ കേട്ടിട്ടേ ഇല്ല. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കീഴ്പ്പെട്ടു ആയിരിക്കാം. പിന്നെ പ്രായമൊക്കെ ആകുമ്പോൾ പൊതുവെ അങ്ങനെ സൈലന്റ്. അങ്ങനെയാണ് ഫാത്തിമ മെർനീസി എന്ന് പറഞ്ഞ മൊറോക്കോയിൽ ഒരു വിപ്ലവ വനിത ഉണ്ടായിരുന്നു. അവരും അങ്ങനെയാണ്. അവസാനം മരണ സമയത്ത് സൈലന്റ് ആയിട്ടാണ്. സന്ദർശകരെ പോലും സ്വീകരിക്കാൻ പോലും അറിയാതെ പോകും. തീർച്ചയായിട്ടും. ഇസ്ലാമിലല്ല, ലോകത്തെമ്പാടും പൗരോഹിത്യത്തിനെതിരെ പോരാടുന്ന സ്ത്രീകൾക്ക് ഇന്നും അവസ്ഥ ഇത് തന്നെ. തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ അവർ ഡിലീറ്റ് ചെയ്യപ്പെടുവാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ചില സിസ്റ്റർമാരുണ്ടല്ലോ, നമ്മുടെ ജസ്മി ഉൾപ്പെടെയുള്ള സിസ്റ്റർമാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. അത് ഈ സംഘടിത മതങ്ങളുടെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇപ്പോഴും സ്ത്രീകൾക്ക് മോചനമായിട്ടില്ല. അപ്പോൾ ലോകം മാറുന്നതനുസരിച്ച് ഇസ്ലാമിലും എല്ലാ മതങ്ങളിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തുറന്നിട്ട് കാറ്റും വിളിച്ചു നോക്കാറട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.